ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മളെന്നും ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. അപ്പം ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള നല്ലൊരു സേവനത്തിനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഡയാലിസിസും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് പേർക്ക്, വേറെ ചിലർക്ക് രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവരിലേക്കും ഈ ഒരു അറിവ് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന പഞ്ചായത്തിൽ പടിഞ്ഞാറ്റുമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡയാലിസിസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡയാലിസിസ് ഒന്നും തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്കൊന്നും വേറെ ആരെയും കയറ്റില്ല, രോഗികളെ മാത്രമേ കയറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പാവപ്പെട്ട ആളുകൾക്കും അർഹതപ്പെട്ടവർക്കൊക്കെ സൗജന്യമായിട്ടും സൗജന്യ നിരക്കിലൊക്കെ ആയിട്ടാണ് ചികിത്സകൾ നൽകുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ഇതിൻ്റെ ഒരു ഭാരവാഹി നിങ്ങൾക്ക് വിവരിച്ച് തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതാണ് സ്മാർട്ട് സെൻറ്റർ. അപ്പോൾ ഇതാ ഇവിടെയുള്ള ഫെസിലിറ്റീസാണ് ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഡയാലിസിസ് യൂണിറ്റ്, ഫിസിയോതെറാപ്പി ക്ലിനിക്, സ്പോർട്സ് തെറാപ്പി, സ്പീച്ച് തെറാപ്പി, കൗൺസിലിംഗ് സെൻറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് അടക്കം ഇതിലെ ഓരോ കാര്യങ്ങളും, മെഷീനറീസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്മാർട്ടിൻ്റെ പ്രവർത്തകർ പല ആളുകളിൽ നിന്നുമൊക്കെ പൈസയൊക്കെ പിരിച്ചെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇതിൻ്റെ പിറകെ നടന്ന് ചെയ്തെടുത്ത ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് റിസപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി സെൻ്ററാണ്. ഇപ്പോൾ ഫിസിയോതെറാപ്പി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫിസിയോതെറാപ്പി കുറച്ച് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് അസ്കർ ഖാൻ്റെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അസ്കർ ഖാൻ്റെ അടുത്ത് നിൽക്കുന്നത് അസ്കർ ഖാൻ്റെ ഉപ്പാൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ അവരുടെ മോളാണ് ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ തെറാപ്പികളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ അവിടെ തെറാപ്പി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ സമയത്ത് നടക്കുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള തെറാപ്പികളാണ്. അപ്പോൾ അതിൻ്റെ തെറാപ്പിസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത് കിഡ്സ് സെക്ഷനാണ്. കിഡ്സിനുള്ള തെറാപ്പികളൊക്കെ കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഒരു ഫിസിയോതെറാപ്പി സെക്ഷനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഡയാലിസിസ് സെൻറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്കൊന്ന് കയറിയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ സമീർ സൈനുലാബിദീൻ എന്ന് പറയുന്ന ഡോക്ടറാണ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡയാലിസിസ് സെൻറ്റർ. അപ്പോൾ അവിടെ മെഷീനറീസും ബെഡും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്, ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റിലായിട്ട് ഇവിടെയുള്ള എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ഏരിയ സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമും അതുപോലെ ടോയ്ലറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഇപ്പോൾ ഇതിൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് എന്നൊക്കെ പറയുന്നത് നല്ല കോസ്റ്റ് വരുന്ന മെഷീനറീസാണ്. അതൊക്കെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അസ്കർ ഖാൻ്റെ കൂടെയുള്ള മറ്റൊരാൾ എന്ന് പറയുന്നത് അസ്കർ ഖാൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ ഒരു കോൺഫറൻസ് ഹാളുണ്ട്. അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു കോൺഫറൻസ് ഹാളുണ്ട്. ഇതാണ് ആ ഹാള്. അപ്പോൾ ഈ കോൺഫറൻസ് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് RO പ്ലാന്റ് ഉള്ളത്. നമുക്ക് ഡയാലിസിസിനൊക്കെ ആവശ്യമുള്ള വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്ത് വരുന്നതൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് ഫ്ലോറിലുള്ളത്. ഇനി നമുക്ക് താഴേക്ക് തന്നെ പോവാം. അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ താഴേക്ക് കൊണ്ടുപോകാൻ ഇവിടെ റാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് റാമ്പൊക്കെ വരുന്നുണ്ട്. ഇത് അവരുടെ ഒരു ഓഫീസായിട്ട് ഉള്ളൊരു സ്ഥലമാണ്, ഓഫീസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ഫ്ലോറിലും ഉള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് പ്രയർ ഹാളും ടോയ്ലറ്റൊക്കെ വരുന്നുണ്ട് പുറത്തായിട്ട്. പിന്നെ ഈ ബാക്ക് സൈഡിലാണ് റാമ്പ് ഉള്ളത്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള റാമ്പാണ് ഈ കാണുന്നത്. ഇനി സ്മാർട്ട് സ്ഥാപനത്തെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഭാരവാഹി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അപ്പം അതൊന്ന് കേട്ടു നോക്കാം. പടിഞ്ഞാറ്റുമുറി ജീവകാരുണ്യ പ്രവർത്തകരുടെ സംഘടനയായ സ്മാർട്ട് എന്നാണ് ഈ ട്രസ്റ്റിൻ്റെ പേര്. അതായത് ഷിഹാബ് തങ്ങൾ മൂവ്മെൻറ്റ് ഫോർ ATOP റിലീഫ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. 2011 ഈ സംഘം രൂപീകരിച്ചത് മുതൽ പ്രദേശത്തെ നിർധന രോഗികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു മുതൽക്കൂട്ടായി കൊണ്ട് തന്നെയാണ് സ്മാർട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നിർധന രോഗികൾക്ക് ആവശ്യമായ വാട്ടർ ബെഡ് അതുപോലെ തന്നെ വീൽചെയർ മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു സ്മാർട്ട് മുന്നേറിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടിപ്പോൾ സ്മാർട്ട് ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് തുറക്കുകയും അതിൽ പാവപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യമായും അല്ലാത്ത ആളുകൾക്ക് സൗജന്യ നിരക്കിലുമാണ് ഇപ്പോൾ ഇവിടെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50-ലേറെ പേർ ഓരോ ദിവസങ്ങളിലും ഇവിടെ തെറാപ്പി ചെയ്തു പോകുന്നുണ്ട്. മറ്റുള്ള സെൻറ്ററുകളിലെല്ലാം തന്നെ 100 രൂപ 300 രൂപ തെറാപ്പിക്ക് വാങ്ങുമ്പോൾ ഇവിടെ വെറും 100 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഏകദേശം 50% പേർക്ക് സൗജന്യമായിട്ടാണ് ഇവിടെ തെറാപ്പി ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തതാണ് സ്മാർട്ടിൻ്റെ ഡയാലിസിസ് സെൻറ്റർ. ഞങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് പരിപൂർണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ആളുകൾക്ക് മരുന്നിന് സൗജന്യ നിരക്ക് വാങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പാവപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും സൗജന്യമാക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം മറ്റ് സെൻറ്ററുകളിലെല്ലാം തന്നെ 1500 രൂപയാണ് ഡയാലിസിന് ഈടാക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ടിൻ്റെ കീഴിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. സ്മാർട്ടിൻ്റെ ആംബുലൻസ്, അതുപോലെ തന്നെ രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റുകളും, അതുപോലെ തന്നെ
ഞങ്ങൾ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പീച്ച് തെറാപ്പി, കൗൺസിലിംഗ്, അങ്ങനെ പല കാര്യങ്ങളും ഈ സെൻറ്ററിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾക്കുള്ള ഭക്ഷണം, പാകം ചെയ്ത ഭക്ഷണം ആ വീട്ടിലുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ അവിടെയുള്ള രോഗികൾക്കും പാകം ചെയ്ത ഭക്ഷണം ഞങ്ങൾ പ്രത്യേക ദിവസങ്ങളിൽ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ഇതിലും കൂടുതൽ സൗജന്യ നിരക്കിൽ തന്നെ ഈ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ് താല്പര്യം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചാരിറ്റിയുടെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് സംഭാവനകളൊക്കെ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവൻ തന്നെ ആയിരിക്കും രക്ഷിക്കുക. അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട്, ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.